പോലീസ് എല്ലായിടത്തും ബാരിക്കേഡ് കിട്ടി. തിരുവമ്പാടി ദേവസ്വം ബോർഡ് ജീവനക്കാരെ ലാത്തിചാർജാണ്. ഇന്നലെ സത്യത്തിൽ ജനങ്ങൾ ആത്മസമയനം പാലിച്ചില്ലായിരുന്നെങ്കിൽ ഇന്നലെ എന്തൊക്കെ സംഭവിക്കുകയായിരുന്നു തൃശ്ശൂർ. രണ്ടാമത്തെ കാര്യം, ഈ പോലീസിനെ ഇങ്ങനെ ആരാ കയറൂരിവിട്ടെ? പോലീസിനെ നിയന്ത്രിക്കാൻ ഇവിടെ ജില്ലാ ഭരണകൂടമുണ്ട്, സംസ്ഥാന ഭരണകൂടമുണ്ട്. പിന്നെ എന്തുകൊണ്ട് അവർ നിയന്ത്രിച്ചില്ല? കണ്ടെടുത്തോളം ഞങ്ങൾക്ക് തോന്നുന്നത് ഇത് ബോധവറുണ്ടാക്കിയതാണോ സംശയമുണ്ട്. ഇന്നലെ വൈകുന്നേരത്തോടെ പോലീസിൻ്റെ സ്വഭാവം പെട്ടെന്ന് മാറാൻ കാരണം എന്താ? ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് കമ്മീഷണറെ ചില നടപടികൾ ഞാൻ തന്നെ നേരിട്ട് കണ്ടു. ഇന്നലെ ബ്രഹ്മസ്വം മഠത്തിൻ്റെ മുമ്പിൽ വെച്ച് വെറുതെ ആളുകളെ ചീത്ത പറയുക, പ്രകോപിപ്പിക്കുക. അപ്പോൾ എൻ്റെ ഒരു സംശയം, ഇന്ന് കാലത്തൊരു ചർച്ച വെച്ചു. ഇന്ന് കാലത്താണോ ചർച്ച നടത്തേണ്ടത്? ഇന്നലെ 11 മണി മുതൽ ഇന്ന് 6 മണി വരെ ജനത്തിനെ മുൾമനയിൽ നിർത്തി. ഒരു വെടിക്കെട്ട് എപ്പോഴാണ് നടത്തിയത്? 7 മണിക്ക് പാറവേക്കാവിൻ്റെ 7:45 തിരുവമ്പാടി. ഞാൻ ഇന്നുണ്ടായിരുന്നു വെടിക്കെട്ട് കാണാൻ. എല്ലാ പൊലിമയും പോയില്ലേ? പകലാണോ വെടിക്കെട്ട് നടത്തുക? രാത്രി പൂരം നടത്തുക, പകൽ വെടിക്കെട്ട് നടത്തുക. അങ്ങനെയാണ്, നേരെ തിരിച്ചല്ലേ വേണ്ടത്. ഇത് ഒരു സർക്കാർ വിരുദ്ധ വികാരം ഉണ്ടാക്കി വോട്ട് BJPക്ക് മറിച്ചു കൊടുക്കാനുള്ള നീക്കമാണ് ഉണ്ടാക്കി. അതിന് തെളിവല്ല, ഇന്ന് കാലത്ത് ഒരു യോഗം വിളിച്ചു രാജൻ്റെ കൂടെ LDF സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു, മനസ്സിലാക്കാം. ഇന്നലെ സുഖമില്ല എന്ന് പറഞ്ഞിട്ട് ഇന്നലെ പൂരപ്പറമ്പിൽ പോലും കാലത്തൊന്ന് വന്ന് പറ വെച്ച് പോയിട്ടുള്ള സുരേഷ് ഗോപി എങ്ങനെ വൈകുന്നേരം ആകുമ്പോഴേക്കും ഒരസുഖം ഇല്ലാണ്ടെന്ന് കാലത്തെത്തി? ഇന്നലെ വന്ന് നടുവേനാന്ന് പറഞ്ഞിട്ട് അധികം ഇന്നലെ ഒരു പരിപാടിക്കും വന്നില്ല. എലഞ്ഞിത്തറ മേളത്തിന് പോലും വന്നില്ല. എന്ന ആളുണ്ട് പെട്ടെന്ന് പുലർച്ചെ ചർച്ചയ്ക്ക് വരുന്നു. അപ്പോൾ ഇത് അവിശുദ്ധ, അതിന് പൂരത്തിനെ കരുവാക്കാൻ പാടില്ലേ? ഇൻഡോ ചൈന യുദ്ധകാലത്താണ് ആദ്യം പൂരം മുടങ്ങിയത്. കോവിഡ് വന്നപ്പോൾ മുടങ്ങി. ഇന്നലെ വെടിക്കെട്ട് പോലീസ് മുടക്കി. ഇത് ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ല. എൻ്റെ അഭിപ്രായത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തണം ഇതിനെക്കുറിച്ച്. ഈ പ്രശ്നം ഉണ്ടായതിനു ശേഷം ഇത് പരിഹരിക്കാൻ ഒരുപാട് സമയമെടുത്തിട്ടുണ്ട്. അത് അവിടെയാണ് സംശയം. പോലീസ് പ്രശ്നം ഉണ്ടാക്കിയിട്ട് അത് പരിഹരിക്കാൻ ഒരു മന്ത്രിക്ക് കഴിയില്ലേ? പിന്നെന്താ മന്ത്രി എന്ന് പറഞ്ഞിരിക്കുന്നത്? മന്ത്രിയുടെ മറ്റേ പോലീസിന്റെ മേലെയല്ലേ മന്ത്രി? അല്ലാതെ മന്ത്രിക്ക് താഴെയല്ലല്ലോ. അല്ല, മന്ത്രി പോലീസിന്റെ താഴെയല്ലല്ലോ. അതോ 11 മണിക്ക് തുടങ്ങി പ്രശ്നം, അവസാനിക്കുന്ന 6 മണിക്ക്. ഇതൊക്കെ വല്ലാത്തൊരു സംഭവമായി പോയി ഇന്നലത്തെ സംഭവം.